ഹലോ, നട്ട് തയ്യാറാക്കുകയും അത് ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സെഷന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. എക്സ്റ്റേണൽ ത്രെഡുകൾ കട്ട് ചെയ്യാനായി സ്ക്വയർ റോഡിനെ ബ്ലാങ്ക് സൈസിലേക്ക് കട്ടും ഫയലും ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് വലിപ്പവും ആകൃതിയും ശരിയാക്കാൻ സ്ക്വയർ ബോൾട്ടും നട്ടും ഫയൽ ചെയ്യുക. സ്ക്വയർ നട്ടിലുള്ള ടാപ്പ് ഡ്രിൽ സൈസുകൾ നിർണ്ണയിക്കുക. സ്ക്വയർ നട്ടിൽ ഇന്റേണൽ ത്രെഡുകൾ മുറിക്കുന്നതിന് ടാപ്പിങ്ങിനായി ഹോളുകൾ ഫയൽ ചെയ്യുക. ഡൈയും ഡൈ സ്റ്റോക്കും ഉപയോഗിച്ച് സ്ക്വയർ ഹെഡ് ബോൾട്ടിൽ എക്സ്റ്റേണൽ ത്രെഡുകൾ മുറിക്കുക. ടാപ്പും ടാപ്പ് റഞ്ചും ഉപയോഗിച്ച് സ്ക്വയർ നട്ടിലെ ഇന്റേണൽ ത്രെഡുകൾ മുറിക്കുക. നട്ടുകൾ ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുക. സ്ക്വയർ നട്ട്സ് തയ്യാറാക്കാനും ബോൾട്ടുകളുമായി മാച്ച് ചെയ്യാനും ആവശ്യമായ മെറ്റീരിയലും ടൂളുകളും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഫയൽ, സ്ക്വയർ റോഡ്, ബെഞ്ച് വൈസ്, ചാംഫർ ടൂൾ, ടാപ്പ് ഡ്രിൽ സൈസ് ചാർട്ട്, സെന്റർ പഞ്ച്, സെന്റർ ഡ്രിൽ, ഡ്രിൽ ബീഡ്സ്, ടാപ്പ് റെഞ്ച്, M12 split dies, screw pitch gauge. സ്ക്രൂ ഹെഡിനുള്ള മെറ്റീരിയലും ടൂളുകളും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. സോ, ഡൈ സ്റ്റോക്ക്, ക്ലീനിംഗ് ടൂൾ, ഓയിലർ. ഇപ്പോൾ സ്ക്വയർ ഹെഡ് ബോൾട്ടിനുള്ള സീക്വൻസ് നമുക്ക് നോക്കാം. നട്ടും ബോൾട്ടുകളും തയ്യാറാക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള പരിക്ക് തടയുന്നതിന് സേഫ്റ്റി ഉപകരണങ്ങൾ ധരിക്കുന്നതും കൂടാതെ സേഫ്റ്റി വർക്ക് എൻവിറോൺമെന്റ് ഉണ്ടാക്കുന്നതിനും ഉറപ്പാക്കുക. സ്ക്വയർ റോഡിനെ സൈസിൽ കട്ട് ചെയ്യുക. സ്ക്വയർ റോഡ് 53 മില്ലിമീറ്റർ നീളത്തിൽ അളക്കുകയും മുറിക്കുകയും ചെയ്യുക. സ്ക്വയർ റോഡ് സൈഡ് ഫയൽ ചെയ്യുക. സ്ക്വയർ റോഡ് 50 മില്ലിമീറ്റർ നീളത്തിൽ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സ്ക്വയർ റോഡിന്റെ ഒരു വശം 25 മില്ലിമീറ്ററിൽ നിന്ന് 24 മില്ലിമീറ്ററായി കുറയ്ക്കാൻ ഫയൽ ഉപയോഗിക്കുക. .9 മില്ലിമീറ്റർ ഡയാമീറ്ററും 50 മില്ലിമീറ്റർ നീളവുമാക്കാനായി സൈസ് ഫയൽ ചെയ്യുക. ബ്ലാങ്ക് എൻഡിലെ ഷാംഫർ 2 മില്ലിമീറ്ററും 45 ഡിഗ്രിയും ബോൾട്ടിന്റെ ഹെഡ് സൈഡ് 2 മില്ലിമീറ്ററും 30 ഡിഗ്രിയുമായി ഫയൽ ചെയ്യുക. ഡൈ സ്റ്റോക്ക് ഹോൾഡിങ്ങും പ്രിപ്പയറിങ്ങും ചെയ്യുന്നു. 90 ഡിഗ്രി ആംഗിളിൽ മുറുകെ പിടിക്കുന്നത് ഉറപ്പാക്കിക്കൊണ്ട് സ്ക്വയർ ഹെഡ് ബോൾട്ട് ബ്ലാങ്ക് ഒരു ബെഞ്ച് വൈസിൽ സെക്യൂർ ചെയ്യുക. VI12 സ്പ്ലിറ്റ് ഡൈ തയ്യാറാക്കി ഡൈ സ്റ്റോക്കിൽ വയ്ക്കുക.
സ്ക്വയർ ഹെഡ് ബോൾട്ട് ബ്ലാങ്കിന്റെ അറ്റത്ത് M12 സ്പ്ലിറ്റ് ഡൈ സജ്ജീകരിച്ച് എക്സ്റ്റേണൽ ത്രെഡ് ശ്രദ്ധാപൂർവം മുറിക്കുക. ആവശ്യമുള്ള നീളത്തിൽ ത്രെഡ് മുറിക്കുന്നതുവരെ ഡൈ ബ്ലാങ്കിന് ചുറ്റും കെയർഫുള്ളിയായും ഇവൻലിയുമായി റൊട്ടേറ്റ് ചെയ്യുക. ഡൈ ഉപയോഗിച്ച് ത്രെഡ് മുറിക്കുന്നത് തുടരുക. അനുബന്ധ നട്ടുമായി അതിന്റെ അനുയോജ്യത പരിശോധിക്കുക. നട്ട് ബോൾട്ടിന്റെ ത്രെഡിലേക്ക് നന്നായി യോജിക്കുന്നതുവരെ ആവശ്യമെങ്കിൽ നടപടിക്രമം ആവർത്തിക്കുക. സ്ക്രൂ പിച്ച് ഗേജും മാച്ചിങ് നട്ടും ഉപയോഗിച്ച് എക്സ്റ്റേണൽ ത്രെഡ് പരിശോധിക്കുക. പിച്ച് പരിശോധിക്കാൻ ഒരു സ്ക്രൂ പിച്ച് ഗേജും അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാൻ മാച്ചിങ് നട്ടും ഉപയോഗിച്ച് എക്സ്റ്റേണൽ ത്രെഡിന്റെ കൃത്യത സ്ഥിരീകരിക്കുക. ബോൾട്ടിലെയും നട്ടിലെയും ത്രെഡ് വൃത്തിയാക്കുക. ബോൾട്ട് ത്രെഡുകളിൽ നിന്നും ഏതെങ്കിലും ഡെബ്രിസുകളോ മെറ്റൽ ഷേവിങ്ങുകളോ നീക്കം ചെയ്യാൻ ഒരു ത്രെഡ് ക്ലീനിംഗ് ടൂൾ അല്ലെങ്കിൽ വയർ ബ്രഷ് ഉപയോഗിക്കുക. സ്ക്വയർ നട്ടിന്റെ പ്രവർത്തന സീക്വൻസ് നമുക്കിനി നോക്കാം. റോ മെറ്റീരിയൽ സൈസിന്റെ നീളം പരിശോധിക്കുക. 25 മില്ലിമീറ്റർ സൈഡ് ലെങ്തിനൊപ്പം സ്ക്വയർ റോഡിന്റെ ഡയമെൻഷൻസ് ശരിയാണോ എന്ന് പരിശോധിക്കുക. സൈസ് 12 മില്ലിമീറ്റർ തിക്നെസ്സും സൈഡ് സ്ക്വയർ റോഡ് വിത്ത് എ സ്ക്വയർ ലെങ്ത് ഓഫ് 25 മില്ലിമീറ്ററുമാക്കാനായി നട്ടിനെ ഫയൽ ചെയ്യുക. ഒരു ഫയൽ ഉപയോഗിച്ച് സ്ക്വയർ റോഡിന്റെ തിക്നെസ് 12 മില്ലിമീറ്ററായി കുറയ്ക്കുകയും അത് സ്ക്വയർ ഷേപ്പിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. സ്ക്വയർ റോഡിന്റെ ഒരറ്റത്ത് എഡ്ജ് സൂത്തൻ ആക്കാനായി ഒരു ക്യാംഫർ 2 മില്ലിമീറ്ററും 30 ഡിഗ്രിയും ആയ ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക. M12 ടാപ്പിനുള്ള ഡ്രിൽ സൈസ് നിർണ്ണയിക്കുക. M12 ടാപ്പ് ഉൾക്കൊള്ളുന്നതിനായി ടാപ്പിംഗ് ഹോൾ സൃഷ്ടിക്കുന്നതിന് ശരിയായ ഡ്രിൽ സൈസ് തിരിച്ചറിയുക. സ്റ്റാൻഡേർഡ് ടാപ്പ് ഡ്രിൽ ചാർട്ടുകൾ അല്ലെങ്കിൽ ഒരു ടാപ്പും ഡ്രിൽ സെറ്റും ഉപയോഗിച്ച് ഡ്രിൽ സൈസ് കണക്കാക്കാം. ഹോൾ ടാപ്പിംഗ് ചെയ്യുന്നതിന് ഹോളിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തുക. ടാപ്പിംഗ് ചെയ്യേണ്ട ഹോളിന്റെ മധ്യഭാഗം അളന്ന് അടയാളപ്പെടുത്തുക. ഈ പോയിന്റ് ഡ്രില്ലിംഗ് പ്രക്രിയയെ നയിക്കും. സെന്റർ പഞ്ച് 90 ഡിഗ്രിയായി ഡ്രിൽ ഹോൾ സെന്ററിൽ പഞ്ച് ചെയ്യുക. അടയാളപ്പെടുത്തിയ സെന്ററിൽ ഒരു സ്മോൾ ഇൻഡന്റേഷൻ സൃഷ്ടിക്കാൻ ഒരു സെന്റർ പഞ്ച് ഉപയോഗിക്കുക. ഈ ഇൻഡന്റേഷൻ ഡ്രില്ലിനെ സഹായിക്കും. ഹോളിന്റെ സെന്റർ കണ്ടെത്തുന്നതിന് സെന്റർ ഡ്രിൽ ഉണ്ടാക്കുക. ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനിൽ വർക്ക് പീസ് പിടിച്ച് ഒരു സെന്റർ ഡ്രിൽ തയ്യാറാക്കുക. ഇത് ഹോളിന്റെ സെന്റർ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കും. ടാപ്പിംഗിനായി ഹോളിന്റെ സെന്റർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു സെന്റർ ഡ്രിൽ തയ്യാറാക്കുക. സ്ക്വയർ നട്ടിൽ ഒരു പൈലറ്റ് ഹോൾ സൃഷ്ടിക്കാൻ 6 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുക. അടുത്തതായി സ്ക്വയർ നട്ടിൽ ടാപ്പിംഗ് ചെയ്യാനുള്ള ഹോൾ സൃഷ്ടിക്കാൻ 10.5 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുക. ഒരു സ്മാൾ സ്മൂത്ത് ഗ്രേഡ് ഫയൽ ഉപയോഗിച്ച് സ്ക്വയർ നട്ടിൽ 2 മില്ലിമീറ്ററും 45 ഡിഗ്രിയും ഡ്രിൽ ചെയ്ത ഹോളിന്റെ ഇരുവശത്തും ഷാംഫറിംഗ് നടത്തുക. വൈസ് ജോകൾക്ക് സമാന്തരമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സ്ക്വയർ നെറ്റ് ഒരു ബെഞ്ച് വൈസിൽ സ്ക്രൂ ചെയ്യുക. M12 ഫസ്റ്റ് ടാപ്പ് ഒരു ടാപ്പ് റെഞ്ചിലേക്ക് വയ്ക്കുകയും സ്ക്വയർ നെറ്റിലെ ഇന്റേണൽ ത്രെഡ് ശ്രദ്ധാപൂർവം മുറിക്കുകയും ചെയ്യുക. സ്ക്വയർ നെറ്റിൽ ഒരു ഫുൾ ഇന്റേണൽ ത്രെഡ് രൂപപ്പെടുന്നതുവരെ M12 സെക്കൻഡ്, തേർഡ് ടാപ്പുകൾ എന്നിവ ഉപയോഗിച്ചും പ്രക്രിയ ആവർത്തിക്കുക. ഇന്റേണൽ ത്രെഡിന്റെ ആക്യുറസി പരിശോധിക്കാൻ ഒരു സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിക്കുക. ഒപ്പം മാച്ചിങ് ബോൾട്ടുമായി അതിന്റെ കമ്പാറ്റബിലിറ്റി പരിശോധിക്കുക. ത്രെഡഡ് ചെയ്ത ബോൾട്ടും നട്ടും കട്ടിംഗ് പ്രക്രിയയിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഡെബ്രിസിൽ നിന്നോ ഫൈൻഡിങ്സിൽ നിന്നോ മുക്തമാണെന്ന് ഉറപ്പാക്കുക.
ശരിയായ ഫിറ്റും കോൺഫിഗറേഷനുമായി മാച്ചിങ് ആണെന്നും ഉറപ്പാക്കാനായി നട്ട് ബോൾട്ടുകളിലേക്ക് അസംബിൾ ചെയ്യുക. അവസാനമായി ലൂബ്രിക്കേഷനായി ത്രെഡിൽ ഒരു ചെറിയ അളവിൽ ഓയിൽ പുരട്ടുക. കൂടുതൽ ഇവാലുവേഷനോ ഉപയോഗത്തിനോ വേണ്ടി സ്ക്വയർ ഹെഡ് ബോൾട്ടും നട്ടും ഒബ്സർവ് ചെയ്യുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. സ്ക്വയർ റോഡ് 53 മില്ലിമീറ്റർ നീളത്തിൽ അളക്കുകയും മുറിക്കുകയും ചെയ്യുക. സ്ക്വയർ ഹെഡ് ബോൾട്ട് ബ്ലാങ്കിന്റെ അറ്റത്ത് M12 സ്പ്ലിറ്റ് ഡൈ സജ്ജീകരിച്ച് എക്സ്റ്റേണൽ ത്രെഡ് ശ്രദ്ധാപൂർവ്വം മുറിക്കുക. സ്ക്വയർ നട്ടിനായി ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനിൽ വർക്ക് പീസ് പിടിച്ച് ഒരു സെന്റർ ഡ്രിൽ തയ്യാറാക്കുക. അത് ഹോളിന്റെ സെന്റർ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കും. M12 ഫസ്റ്റ് ടാപ്പ് ഒരു ടാപ്പ് റെഞ്ചിലേക്ക് വയ്ക്കുകയും സ്ക്വയർ നെറ്റിലെ ഇന്റേണൽ ത്രെഡ് ശ്രദ്ധാപൂർവ്വം മുറിക്കുകയും ചെയ്യുക. ലൂബ്രിക്കേഷനായി ത്രെഡിൽ ഓയിൽ പുരട്ടുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നട്ട്സ് തയ്യാറാക്കുകയും അത് ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.